ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏജസ് കിങ് സോൺ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഫ്രീ ഫയർ പ്രോ പ്ലെയേഴ്സും അവരുടെ മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കും അതുപോലെ തന്നെ മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടിപ്സുമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആളിലിട്ട് കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിനി എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രീ ഫയർ പ്രോ പ്ലെയേഴ്സും യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ വിഡ്ത്ത് സെറ്റിങ്സ് പോയി മാറ്റുകയാണ്. അതായത് നിങ്ങൾ DPI ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തരാം. അതിനായി ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓൺ ആക്കുക. അതിനുശേഷം അതിൽ എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷൻ കാണാം. സോ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വെർഷൻ കാണാം. നിങ്ങളുടെ മീ വെർഷൻ, അതായത് റെഡ്മി ഫോൺസിലൊക്കെ മീ വെർഷൻ കാണാൻ സാധിക്കും. സോ അതിന് 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷനിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ആയിട്ടുണ്ടാവും. സോ ഡെവലപ്പർ ഓപ്ഷൻസ് ഓൺ ആക്കി കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്മാളസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ അത് നിങ്ങളുടെ ഡിസ്പ്ലേയുടെ സൈസാണ്. സോ അത് ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ സെൻസിറ്റിവിറ്റി 100-ൻ്റെങ്കിലും കൂടുതലാക്കാൻ സാധിക്കും. സോ എൻ്റെ ശരിക്കുള്ള ഈ ഒരു ഫോണിൻ്റെ സ്മാളസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 392 ഞാനത് 200 ആഡ് ചെയ്ത് 590 സംതിങ് ആക്കിയിട്ടുണ്ട്. സോ അതേപോലെ നിങ്ങൾ 100 200 മാത്രം ചേഞ്ച് ചെയ്യുക. അല്ലാതെ നിങ്ങൾ കൂടുതൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 1000 2000 അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിന് കൂടുതൽ നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണ് ഡിസ്പ്ലേ ഫുള്ള് ബ്ലാക്ക് കളറാവും, ഫുൾ അടിച്ചു പോകും. പിന്നെ നിങ്ങൾ ആദ്യമൊക്കെ റീസെറ്റ് അല്ലെങ്കിൽ ഫോൺ ഫോർമാറ്റ് ചെയ്തെടുക്കേണ്ടി വരും പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ. സോ ഓരോ ഫോണിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. സോ അതിൽ കൂടുതൽ ആ ഒരു സ്മാർട്ട് എടുത്ത് ചേഞ്ച് ചെയ്യാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ റെഡ്മി K20 Pro യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 800 വരെയൊക്കെ ചേഞ്ച് ചെയ്താൽ മതി. നിങ്ങളൊരു 100 200 മാത്രം ആഡ് ചെയ്യുക നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫുള്ള് ബ്ലാക്ക് കളറാവും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ DPI ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി നല്ലവണ്ണം കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മൂവ്മെൻറ്റ് നടത്താൻ സാധിക്കും. നിങ്ങളുടെ സെൻസിറ്റിവിറ്റി 100-ൻ്റെയൊക്കെ കൂടിയിട്ടുണ്ടാവും. സോ നിങ്ങളുടെ DPI ചേഞ്ച് ചെയ്ത് ഗെയിം കളിക്കുമ്പോൾ നിങ്ങളുടെ ഗെയിം പ്ലേയിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി ഫുൾ ആൾമോസ്റ്റ് 100-ലിടുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ മൂവ് ചെയ്യാൻ സാധിക്കും. സോ സെൻസിറ്റിവിറ്റി ഒക്കെ നിങ്ങളുടെ ഫോണിനനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സെൻസിറ്റിവിറ്റി കണ്ടെത്താൻ നോക്കുക. പിന്നെ നിങ്ങളുടെ കസ്റ്റം HUD ഒരിക്കലും മാറ്റാതിരിക്കാൻ നോക്കുക. ഒരു കസ്റ്റം HUD നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരിക്കലും അത് മാറ്റാതെ ആ ഒരു കസ്റ്റം HUDയിൽ കളിച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ വിരലുകൾ, നിങ്ങളുടെ തമ്പൊക്കെ നമ്മൾ തമ്പ് മസിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ ഫൈറ്റിനിടയിലൊക്കെ, ഷോർട്ട് റേഞ്ച് ഫൈറ്റിനിടയിലൊക്കെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ഗണ്ണ് ചേഞ്ച് ചെയ്യാൻ നോക്കുക. അതായത് കൈ അല്ലെങ്കിൽ ബാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് പെട്ടെന്ന് മാറ്റാൻ നോക്കുക. സോ അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് റേഞ്ച് ഫൈറ്റിനിടയിലൊക്കെ MP40 കൊണ്ട് ഫയർ ചെയ്ത് കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെപ്പൺ സ്വിച്ച് ചെയ്ത് ഒന്ന് ഏതെങ്കിലും ഒരു സൈഡിലോട്ടൊക്കെ ഓടി ഫയർ ചെയ്യുമ്പോൾ ആ ഒരു എനിമിക്ക് നമ്മളെ നേരവണ്ണം ഫയർ ചെയ്യാൻ കഴിയില്ല. സോ നമുക്കൊരു അഡ്വാൻറ്റേജാണ്. സോ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഗണ്ണ് സ്വിച്ച് ചെയ്യാനൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. സോ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ട്രെയിനിങ് മോഡൊക്കെ വന്നിട്ടുണ്ട്. സോ ട്രെയിനിങ് മോഡിലൊക്കെ ഇങ്ങനെ ഗണ്ണ് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഫൈറ്റിനിടെ ഓടാനൊക്കെ നിങ്ങൾ ട്രൈ നോക്കുക. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരുമായി ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ 20,000 വ്യൂസ് ഒരാഴ്ചക്കുള്ളിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ആ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന
ഒരാൾക്ക് കോഡ ഷോപ്പ് വഴി ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്രീ ഫയറിലെ ഐഡിയും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ 20,000 വ്യൂസ് എത്തിക്കാനായി, ഒരാഴ്ചക്കുള്ളിൽ 20,000 വ്യൂസ് എത്തിക്കാനായി മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ എല്ലാ വീഡിയോയിലും ഗിവ് അവേസ് ഉണ്ടാകും. സോ മാക്സിമം എല്ലാ വീഡിയോയും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗെയിമിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്.